ഭാരതത്തിൻ്റെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ഇന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതിന് ആമുഖമായി പറഞ്ഞത് 2047 ആകുമ്പോഴേക്കും ഭാരതത്തെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുന്ന ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബജറ്റാണ് ഇത് എന്നാണ്. സബ്കാ വികാസ് എന്ന മുദ്രാവാക്യമാണ് അവർ ഉന്നയിക്കുന്നത്. എല്ലാവരുടെയും വികാസം, മറ്റൊരിടത്ത് പറഞ്ഞാൽ സർവോദയം, അവരുടെയും ഉന്നമനം, പുരോഗതി എന്നൊക്കെ വീക്ഷിക്കാം. അതിന് വേണ്ടിയുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത് എന്ന് ആമുഖത്തോടു കൂടിയാണ് ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടത്. എന്തായാലും അത്തരമൊരു ലക്ഷ്യം നല്ലത് തന്നെ. ഒരു സർവോദയ സമൂഹവും എല്ലാവരുടെയും വികാസവും ഉണ്ടാകുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. മാത്രമല്ല, ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിന് മുഴുവൻ ഗുണകരമാകുന്ന രീതിയിൽ കാർഷിക വ്യവസായ മേഖലകളെയൊക്കെ ശക്തിപ്പെടുത്തുമെന്ന് പറയുന്നതും നല്ല കാര്യം തന്നെ. പക്ഷെ ഇതിനുപയോഗിക്കുന്ന മാർഗം എന്താണ് എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. സർവോദയം എന്ന ലക്ഷ്യം, സബ്കാ വികാസ് എന്നുള്ള ലക്ഷ്യം, വികസിത ഭാരതം എന്ന ലക്ഷ്യം വളരെ നല്ലത് തന്നെ. അതിന് ഉള്ള മാർഗങ്ങൾ കൂടി ശരിയാകുമ്പോഴാണ് അത് പ്രാവർത്തികമാകുകയുള്ളൂ. എന്തായാലും ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം 4 മേഖലകളായി തിരിച്ചാണ് അവർ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. കാർഷിക മേഖല, സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങളുടെ മേഖല, നിക്ഷേപങ്ങളുടെ മേഖല, അതുപോലെ തന്നെ കയറ്റുമതി മേഖല. ഇങ്ങനെ 4 മേഖലകൾ തിരിച്ചുകൊണ്ടാണ് പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നത്. ഈ 4 മേഖലകളിലും പദ്ധതികൾ പ്ലാൻ ചെയ്യുമ്പോൾ 5 വിഭാഗങ്ങളെ മനസ്സിൽ കാണുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യുവാക്കൾ, വനിതകൾ, അതുപോലെ തന്നെ ദരിദ്രരായിട്ടുള്ള ആളുകൾ, ഇടത്തരക്കാരായിട്ടുള്ള സാമാന്യ ജനങ്ങൾ തുടങ്ങിയവരെ അഡ്രസ്സ് ചെയ്യാവുന്ന രീതിയിലുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത് എന്ന് പറയുന്നു. ആ പദ്ധതികളിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് കാർഷിക മേഖല തന്നെയാണ്. അത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. കാർഷിക മേഖലയിലൂടെ തന്നെയാണ് ഭാരതം പുരോഗമിക്കേണ്ടത്. കർഷകനും കൃഷിയുമാണ് ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് ഗാന്ധിയും വിനോബജിയും ഒക്കെ പലപ്പോഴും നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ്. ഗാന്ധി ഒന്നുകൂടി നമ്മളോട് എടുത്തു പറയാറുണ്ട്, ഈ കർഷകൻ്റെ യഥാർത്ഥ പ്രശ്നം കാർഷിക വിളയുടെ വിലക്കുറവല്ല, ഇടനിലക്കാരാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ കാർഷിക മേഖല ശക്തിപ്പെടണമെങ്കിൽ, കർഷകർ, കൃഷി ചെയ്യുന്നവർ രക്ഷപ്പെടണമെങ്കിൽ ഇടത്തട്ടിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന കാർഷിക മേഖലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന മിക്കവാറും പദ്ധതികൾ ഏറെക്കുറെ അതിന് സഹായിക്കുമെന്നുള്ളത് വലിയ ഒരു കാര്യം തന്നെയാണ്. കാർഷിക മേഖലയിൽ ധാന്യങ്ങളുടെയും ഒക്കെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേക പദ്ധതികൾ ഉണ്ടാകുന്നു. കാർഷിക മേഖലയിലെ ആ ക്രെഡിറ്റിംഗ് സൗകര്യം, വായ്പ എടുക്കാനുള്ള പരിധി വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ അത്യുൽപാദന രീതിയിലുള്ള കൃഷി രീതികൾ അവലംബിക്കുന്നു. കാർഷിക മേഖലയുള്ളവർക്ക് തന്നെ അതിൻ്റെ നൈപുണ്യ വികസനവും സാങ്കേതികത്വവും ഒക്കെ മെച്ചപ്പെടുത്തുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്താൻ ഒരു സമഗ്രമായിട്ടുള്ള പദ്ധതി ആവിഷ്കരിക്കുന്നു എന്നുള്ളത് വളരെ നല്ല ഒരു കാര്യമായിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതേപോലെ തന്നെ നമുക്ക് ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങളുടെ കാര്യത്തിലും കൂടുതൽ യുവാക്കളെ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ ഇതിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികളും ഇതിൻ്റെ ഒപ്പം വെക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അക്ഷരാഭ്യാസമല്ല, ജീവിതത്തെ അഭിമുഖീകരിക്കാനും മുന്നോട്ട് പോകാനുമുള്ളതാണ് വിദ്യാഭ്യാസം, യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് ഗാന്ധി പറയുന്ന പോലെ തന്നെ അവിടെയെല്ലാം നൈപുണിക്കും സ്കില്ലിനുമാണ് പ്രാധാന്യമുള്ളത്. യുവാക്കളുടെ നൈപുണ്യവും സ്കില്ലും ഒക്കെ വർദ്ധിപ്പിക്കാവുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. യുവാക്കൾക്ക് കുറേ ഗവേഷണങ്ങൾ നടത്താൻ വേണ്ടി PM ഫെലോഷിപ്പുകൾ, 10,000 PM ഫെലോഷിപ്പുകൾ ഏർപ്പെടുത്തുന്നു. IIT-കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു, സീറ്റ് വർദ്ധിപ്പിക്കുന്നു. മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു, സീറ്റ് വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും അടിസ്ഥാന തലത്തിൽ അംഗൻവാടി തലം തൊട്ട് തന്നെ
അവിടെ സാധാരണ ഗർഭിണികളായ ആളുകൾക്കും കുട്ടികൾക്കും അതുപോലെ യുവതികളായ ആളുകൾക്കുമൊക്കെ പോഷകാഹാരം ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതികൾ തുടരുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ കൂടുതൽ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിപ്പിക്കാനും അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി മുന്നോട്ട് പോകാനുമൊക്കെയുള്ള ഒരു സൂക്ഷ്മ ചെറുകിട പ്രവർത്തന രംഗത്ത് പരമാവധി പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്ന, അതിനുള്ള വായ്പകൾക്ക് ഇളവുകളും പലിശയില്ലാ വായ്പകളും വായ്പ എടുക്കാവുന്നതിൻ്റെ പരിധി വർദ്ധിപ്പിച്ചുമൊക്കെ ഈ സൂക്ഷ്മ ചെറുകിട മേഖലയിൽ പ്രോത്സാഹനങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോഴും സാധാരണക്കാരായ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികളും അതിൻ്റെ ഒപ്പം ചേർത്ത് വയ്ക്കുന്നുണ്ട്. പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ അത് നേരത്തെ കണ്ടെത്താനും ചികിത്സിക്കാനും സൗജന്യ ചികിത്സ പോലും കിട്ടാനുള്ള എല്ലാ ജില്ലകളിലും ഓരോ ക്യാൻസർ സെൻറ്ററുകൾ ആരംഭിക്കുന്നു. അതുപോലെ തന്നെ 36ഓളം മരുന്നുകൾ ടാക്സ് ഇല്ലാതെ, നികുതിയില്ലാതെ വളരെ ചുരുങ്ങിയ വിലക്ക് കിട്ടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നു. ജനൌഷധി പോലുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ഇനം അവശ്യ മരുന്നുകൾക്ക് സാധാരണ ജനങ്ങളിലേക്ക് കുറഞ്ഞ ചെലവിലെത്തുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെ മൊത്തത്തിൽ സാധാരണക്കാരനെ പിടിച്ചു നിൽക്കാൻ സാധിക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മേഖലയിലും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുന്നു. ഒപ്പം തന്നെ പണക്കാരായ ആളുകളുടെ ആ പണം രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു ഘട്ടത്തിലേക്ക് തിരിച്ചുവിടാനുള്ള പ്രത്യേക ശ്രമങ്ങൾ PPP എന്നുള്ള രീതിയിൽ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ പ്രോജക്റ്റുകൾ ധാരാളമായിട്ട് വെക്കുന്നു. ഗാന്ധി പറയുന്ന പോലെ തന്നെ പണക്കാരുടെ പണം അവർ മനസ്സിലാക്കേണ്ടത് അത് സമൂഹത്തിൻ്റേത് കൂടിയാണ്. അത് സമൂഹത്തിൻ്റെ ഒരു ട്രസ്റ്റിയായി പണക്കാർ സ്വയം മനസ്സിലാക്കുകയും സമൂഹ നന്മയ്ക്ക് വേണ്ടി ഈ പണത്തെ വിനിയോഗിക്കുകയും ചെയ്യുക എന്ന ആ മഹത്തായിട്ടുള്ള ദൗത്യം ഒരുപക്ഷെ ഈ PPP-യിലൂടെ ശരിയായ ദിശയിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എക്സ്പോർട്ടിൻ്റെ രംഗത്തും ലോകത്തിന് ആവശ്യമായ വസ്തുക്കൾ കൂടി ഭാരതത്തിൽ നിർമ്മിക്കുന്നു, ഭാരതീയരാൽ നിർമ്മിക്കുന്നു, ഭാരതത്തിന് വേണ്ടി നിർമ്മിക്കുന്നു. മാത്രമല്ല ലോകത്തിന് മുഴുവൻ ആവശ്യമുള്ള പഴവും പച്ചക്കറിയും അതുപോലെയുള്ള സംവിധാനങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ, ധാന്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ലോകത്തിന് ആവശ്യമുള്ളതായിട്ടുള്ള ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിക്കാനും AI പോലുള്ള ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളെ ജനങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്താനുമൊക്കെയുള്ള പദ്ധതികൾ, അതുവഴി നമ്മുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളും ഈ ബഡ്ജറ്റിലൂടെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ ബഡ്ജറ്റിൻ്റെ ഉള്ള ഒരു ദിശാബോധം നല്ലത് തന്നെ. എല്ലാവരുടെയും വികാസം, പണക്കാരൻ്റെ പണം ഉപയോഗിക്കാനായിട്ട് സാധിക്കണം, അവന് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കണം, സാധാരണക്കാരന് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കണം, ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവന് മുന്നോട്ട് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം, കർഷകർ നാടിൻ്റെ നട്ടല് എന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സർവോദയ സ്പർശമുള്ള ഒരു ബഡ്ജറ്റായിട്ട് തോന്നാം. പക്ഷേ അതിൻ്റെ പ്രധാന പ്രശ്നം ഇത് യഥാർത്ഥത്തിൽ നടപ്പാക്കണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. വികേന്ദ്രീകൃതമായ ഭരണ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം ജനങ്ങളുടെ പദ്ധതികളായി, ഇത് നമ്മളും കൂടി ഉൾപ്പെട്ടതാണ്. ഗാന്ധി പറയാതാണ്, ഒരു ഭരണം നല്ലതാണെന്ന് എങ്ങനെ അറിയാൻ സാധിക്കുക? രാജ്യത്തെ ഓരോ വ്യക്തിക്കും തോന്നണം, ഞാനും കൂടി ഉൾപ്പെട്ടാണ് ഇവിടുത്തെ ഭരണകാര്യങ്ങൾ നടക്കുന്നത് എന്നൊരു വ്യക്തിക്ക് ബോധ്യമുണ്ടാകണം. അങ്ങനെ ഒരു ബോധ്യമുണ്ടാകണമെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ കുറേയും കൂടി വികേന്ദ്രീകരിച്ച് ജനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞ് ജനങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് പ്രോജക്റ്റുകളും അത് നിർമ്മാണ രംഗത്തും ജനങ്ങളുടെ പങ്കാളിത്തവും ഒക്കെ ഉറപ്പുവരുത്താവുന്ന രീതിയിൽ ഉണ്ടാകണം. കാർഷിക മേഖല അതൊക്കെ പറയുന്നുണ്ട്. സഹകരണ സംഘങ്ങളിലൂടെ കാർഷിക മേഖലയെ സുശക്തമാക്കാൻ സാധിക്കും. നല്ല നിർദ്ദേശമാണ്, ഗാന്ധിയ നിർദ്ദേശമാണ്. സഹകരണ സംഘം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള സഹകരണ സംവിധാനമൊക്കെ കൊണ്ടുവന്ന് നമുക്ക് പങ്കാളിത്ത സംവിധാനം ഉണ്ടാകുന്നത് നല്ലത് തന്നെ. ഇവിടെ പ്രധാന പ്രശ്നം ഇത്തരത്തിൽ ഒരു വികേന്ദ്രീകരണം ഗ്രാസ് റൂട്ട് ലെവലിൽ അടിസ്ഥാന തലത്തിൽ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ കൂടി രാഷ്ട്രീയമായ ചില നീക്കുപോക്കുകൾ, ഇടപെടലുകൾ
തിരിച്ചറിവുകൾ, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇതിൻ്റെ ഒപ്പം ഉണ്ടാകുമ്പോഴാണ് സാമ്പത്തിക സാമൂഹ്യ രംഗത്ത് ബജറ്റ് ലക്ഷ്യം വെക്കുന്ന ആ കാര്യം പ്രായോഗികമാകാൻ. രാഷ്ട്രീയ രംഗത്ത് നിഷ്പക്ഷമായ ഇടപെടലുകൾ, ജനകീയ ഇടപെടലുകൾ, വികേന്ദ്രീകൃതമായ ഭരണ സംവിധാനം, കക്ഷി രഹിതമായിട്ടുള്ള ജനകീയ പങ്കാളിത്തം, അമിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാറ്റിവെക്കാനുള്ള സന്മനസ്, ഇവയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ പ്രാവർത്തികമാകാൻ സാധിക്കുക. അതിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.